വ്യക്തികളെയും കുടുംബങ്ങളെയും ശിഥിലമാക്കുന്ന, സാമൂഹ്യ സുരക്ഷയ്ക്ക് ഭീഷണിയായി മാറുന്ന മദ്യമെന്ന സാമൂഹ്യ തിന്മയ്ക്കെതിരെ കുടിനിർത്തിയവർ അണിനിരക്കുന്നു. 90.8 റേഡിയോ മീഡിയ വില്ലേജിൽ എല്ലാ ബുധനാഴ്ചയും രാവിലെ 7:30 നേർവഴി. ഇന്ന് നിങ്ങളോടൊപ്പം ഞാൻ സ്കറിയ ആന്റണി വലിയപറമ്പിൽ. നിരവധി വ്യക്തികൾ മദ്യപാനത്തിൽ നിന്നും മോചിതരായി അവരുടെ അനുഭവസാക്ഷ്യങ്ങൾ പങ്കുവെക്കുന്ന പ്രോഗ്രാമാണ് നേർവഴി പ്രോഗ്രാം. ഈ നേർവഴി പ്രോഗ്രാമിന് 90.8 റേഡിയോ മീഡിയ വില്ലേജ് നിരവധി അനുഭവസാക്ഷ്യങ്ങൾ കാഴ്ചവെച്ച് കഴിഞ്ഞു. ഈ നേർവഴി പ്രോഗ്രാമിൻ്റെ അനുഭവസാക്ഷ്യങ്ങൾ കേട്ട് നിരവധി ആളുകൾ റേഡിയോയിൽ വരികയും അവരുടെ അനുഭവങ്ങൾ പങ്കുവെക്കുകയും മദ്യപാനികൾ അവർ ധ്യാനത്തിനും മറ്റും പോകുവാനും 90.8 റേഡിയോ മീഡിയ വില്ലേജിൻ്റെ ഈ പ്രോഗ്രാമിന് സാധിച്ചിട്ടുണ്ട്. ഈ പ്രോഗ്രാമിന് നിരവധി ആളുകൾ ഈ പ്രോഗ്രാം കഴിഞ്ഞ് എൻ്റെ പേര് സ്കറിയ ആൻ്റണി, സോണ കറിയാച്ചെന്ന് എല്ലാവരും വിളിക്കും. എനിക്ക് ചങ്ങനാശ്ശേരിയിലെ സോണ ഫാബ്രിക്സ് എന്ന് പറയുന്ന ഒരു ടെക്സ്റ്റൈൽ ഷോപ്പ് ആണ്. അത് 81 തൊട്ട് നടത്തുന്ന ഒരു കടയാണ്. ഞാനിപ്പോൾ താമസിക്കുന്നത് ഇത്തിത്താനത്താണ്. ഇത്തിത്താനം സെൻറ്റ് മേരീസ് പള്ളിയുടെ അങ്ങോട്ട് പോകുന്ന വഴിക്കാണ് ഞാൻ താമസിക്കുന്നത്. എനിക്കിപ്പോൾ 60 വയസ്സായി. എനിക്ക് ഭാര്യയും 3 കുട്ടികളുമാണ് ഉള്ളത്. ഞാൻ ഒരു ബന്ധുവീട്ടിൽ നിന്ന് ചെത്തുകളിൽ കുടിച്ചാണ് എൻ്റെ മദ്യപാനം ആരംഭിക്കുന്നത്. അത് 38 വയസ്സ് വരെ ഏകദേശം 25 കൊല്ലത്തോളം അത് നീണ്ടു നിന്നു. ആ 25-ാം വർഷം ഞാൻ ഡിവൈനിൽ പോയി നിർത്തുന്ന ആ കാലഘട്ടത്തിൽ കുറഞ്ഞത് 1 ലിറ്റർ ബ്രാൻഡിയെങ്കിലും എനിക്ക് വേണമായിരുന്നു. ആ സമയത്ത് ഞാൻ 50 സിഗരറ്റും 25 വീഡിയുമാണ് വലിച്ചുകൊണ്ടിരുന്നത്. എൻ്റെ ഒരു സുഹൃത്ത് തങ്കച്ചൻ, ബ്ലൂ സ്റ്റാർ തങ്കച്ചൻ എന്ന് പറയുന്ന തങ്കച്ചനാണ് എന്നെ ഡിവൈനിൽ അന്നത്തെ കാലത്ത് 8/1/1995 കൊണ്ടുപോയത്. അതോടെ എനിക്ക് എൻ്റെ ദൈവകൃപ എനിക്ക് കിട്ടി. ദൈവകൃപയാൽ അന്ന് തൊട്ട് ഇന്ന് വരെ ഞാൻ മദ്യപിക്കുകയോ പുകവലിക്കുകയോ ചെയ്തിട്ടില്ല. അതിന് ഇഷ്ടംപോലെ സാഹചര്യങ്ങൾ ഉണ്ടായിട്ടും അതിലൊന്നും വഴിപ്പെടാതെ ദൈവം എന്നെ കാത്തു സൂക്ഷിക്കുന്നുണ്ട്. ഞങ്ങൾ ഡിവൈനിൻ്റെ അകത്ത് കയറിയിട്ട് അവിടെ രജിസ്റ്റർ ചെയ്തിട്ട് ഈ ബാഗും എല്ലാം കൊണ്ടുവന്നൊരു കട്ടിലെ വെച്ചിട്ട് തിരിച്ച് ഞങ്ങൾ ഇറങ്ങി. അപ്പോൾ എന്നോട് പറഞ്ഞു, ഞാനൊന്നും കഴിച്ചില്ല, എനിക്ക് വിശക്കുന്നു. അപ്പോൾ അവിടെ ഒന്നും കിട്ടാൻ യാതൊരു മാർഗവും ഇല്ല. ഉടനെ പുള്ളി അവിടെ സെക്യൂരിറ്റി അടുത്തേക്ക് നടന്നു ചെന്നു. സാറിന് അതിൻ്റെ അകത്ത് കയറിയാൽ ആരെയും വെളിയിലേക്ക് വിടുകയില്ല. സെക്യൂരിറ്റി അടുത്ത് ചെന്നിട്ട് പറഞ്ഞു, എനിക്ക് വിശക്കുന്നു, എനിക്ക് എന്തെങ്കിലും കഴിക്കണം ഞങ്ങൾക്ക്. എന്തായാലും സെക്യൂരിറ്റി ഞങ്ങൾ ആഹാരം കഴിക്കാൻ പോകാൻ സമ്മതിച്ചു. എന്നാലും ഞങ്ങളെ വെളിയിലിറങ്ങിയപ്പോൾ കറിയാച്ചൻ ഒരു ഓട്ടോറിക്ഷ വിളിച്ചു. അതേ കയറി ഞങ്ങളെ അവിടെ നിന്ന് 2 കിലോമീറ്റർ ഉണ്ടായിരുന്നു ടൗണിലേക്ക്. അവിടെ ചെന്നു. ഇറങ്ങിയ ഉടനെ ഒരു ഷാപ്പിലോട്ടാണ് കയറുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു, ദൈവമേ എന്നത്തിനെ, എനിക്കും സമയമില്ലാത്ത ഞാനും വന്നല്ലോ, ഞാൻ ആകപ്പാടെ വിഷമിച്ചു. അന്നേരം എന്തായാലും ഷാപ്പിൽ കയറി. ആ സമയത്തൊന്നും പുള്ളിയോട് ആരെന്ത് പറഞ്ഞാലും പുള്ളി കേൾക്കുകയില്ല. അങ്ങനത്തെ ഒരു സ്വഭാവമാണ് കറിയാച്ചൻ്റെ സ്വഭാവം. അപ്പം ഞാനും കയറി. ഞങ്ങൾ കള്ളു കൊണ്ട് വെച്ചു. അപ്പം കപ്പയും മീനും അത് ഇഷ്ടം പോലെ കഴിച്ചു. എന്തായാലും പുള്ളി കള്ളു കുടിച്ചില്ല, ഞാനും കുടിച്ചില്ല. ഞങ്ങളെ അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾ ഡിവൈനി വന്നു. ഡിവൈനിൽ നിന്ന് 2 ദിവസത്തേക്ക് പുള്ളി ഡിവൈനിൽ ഞാനും കൂടിക്കൊണ്ടിരുന്നപ്പോൾ കൈ പൊക്കാൻ പറഞ്ഞാൽ കൈ പൊക്കുവോ, അല്ലെ കൈ കൊട്ടാൻ പറഞ്ഞാൽ കൈ കൊട്ടുകയൊന്നുമില്ല. ഞാനിങ്ങനെ അടുത്ത് നിൽക്കുന്നതുകൊണ്ട് ഞാൻ ചിലപ്പം കൈക്കിട്ട് തട്ടും. എന്നാലും പുള്ളി പിന്നെ 3-ാം പൊക്കം പുള്ളി എന്തായാലും ഉൾക്കൊണ്ടു. എൻ്റെ പറയുന്നതൊക്കെ കേൾക്കാൻ തുടങ്ങി. പുള്ളി 3-ാം പൊക്കം തൊട്ട് പുള്ളി ആൾ മാറി 2 ദിവസത്തേക്ക്. അത് കഴിഞ്ഞു ഞങ്ങൾ അവിടുന്ന് അതെല്ലാം കഴിഞ്ഞ് ഇവിടെ വന്നു കഴിഞ്ഞപ്പം പുള്ളി കുറേ ആയിട്ടൊരു മാറ്റം, അതിഭയങ്കരമായൊരു മാറ്റം ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇങ്ങനെ അപ്പം നാട്ടുകാരും കൂട്ടുകാരും പരിചയക്കാരും ഒക്കെ പറയുന്നത്, കറിയാച്ചൻ മറ്റേത് എപ്പോഴും ഷാപ്പിൽ നിന്ന് 12 മണി 1 മണിക്കൊക്കെയാണ് രാത്രി ഇവിടെ വരുന്നത്. അപ്പം കറിയാച്ചൻ നേരത്തെ പോകുന്നു. എല്ലാവരും ഇങ്ങനെ എന്നോടും ചോദിക്കുന്നു. അപ്പം ഞങ്ങളൊന്നിച്ച് ഇങ്ങനെ നടന്നിരിക്കുന്നതുകൊണ്ട് എന്നോടും പലരും തിരക്കുന്നു, ഇതെന്താ സംഭവം എന്താണെന്ന്. ഞാൻ പറഞ്ഞു, എനിക്കറിയത്തില്ല. അപ്പം ഷാപ്പുകാരാണ് കൂടുതലുമായിട്ട് തിരക്കുന്നത്. അപ്പം അങ്ങനെ വന്നു അതിഭയങ്കര ഒരു മാറ്റം വന്നു തൊട്ട്. ആദ്യം ഞങ്ങൾ പോകുന്നത് 1995. അത് കഴിഞ്ഞ് വന്നിട്ട് പുള്ളി ഇപ്പം ഇതേവരെ ഇന്ന് ഈ ദിവസം വരെ അതിഭയങ്കര മാറ്റമെന്ന് പറഞ്ഞാൽ നമുക്ക് പ്രതീക്ഷിക്കാൻ വയ്യാത്ത ഒരു മാറ്റമാണ് ഉണ്ടായിരിക്കുന്നത്. മദ്യപിച്ചുകൊണ്ടിരുന്ന കാലത്ത് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടായത് സാമ്പത്തിക ഞെരുക്കമാണ്. ഈ സാമ്പത്തിക ഞെരുക്കം കാരണം പിള്ളേർക്ക് പഠിക്കുവാനായിട്ട് നല്ല സ്കൂളുകളിൽ ചേർത്തു, പക്ഷെങ്കിൽ അവർക്ക് ഫീസ് കൊടുക്കാനായിട്ട് ബുദ്ധിമുട്ടി. അത് കാരണം
അവസാന ദിവസങ്ങളിലാണ് കുട്ടികളുടെ ഫീസ് കൊടുത്തിരുന്നത്. അത് കാരണം വളരെയധികം നാണക്കേട് കുട്ടികൾക്കുണ്ടായി സ്കൂളിൽ. ഇതെല്ലാം പക്ഷേ ഇതൊക്കെ ഉണ്ടായെങ്കിലും കുട്ടികൾ എന്നെ അത് ചോദിക്കുകയോ എന്നോട് പറയുകയോ ചെയ്തില്ല. അവരെല്ലാം വളരെയധികം വേദനിച്ചു. എൻ്റെ ഭാര്യയാണെങ്കിൽ അതിൽ കൂടുതൽ വേദനിച്ചു. പക്ഷേ ഇത് അന്നത്തെ കാലത്ത് ഞാനിതൊന്നും തിരിച്ചറിയുന്നില്ല. കാര്യം മദ്യം ഉള്ളപ്പോഴത്തേക്ക് ഇതൊന്നും എന്നെ ബാധിക്കുന്ന പ്രശ്നമല്ല. അങ്ങനെ വന്നൊരു വീട് വെക്കാനായിട്ട് നോക്കിയിട്ട് അതിന് സാധിക്കുന്നില്ല, കടം വീട്ടാൻ നോക്കിയിട്ട് അത് സാധിക്കുന്നില്ല. അറിയാവുന്നവർ എന്നിൽ നിന്ന് ഒഴിഞ്ഞു മാറി, മദ്യഷാപ്പുകാരൊഴിച്ച്. കാര്യം മദ്യഷാപ്പിൽ അന്ന് ഞാൻ കടം പറയത്തില്ല, കടം മേടിക്കത്തുമില്ല. പക്ഷേ അതാണ് മദ്യഷാപ്പുകാർക്ക് എന്നോട് വളരെ കാര്യമായിരുന്നു. ഉള്ള കാശ് മുഴുവൻ മദ്യഷാപ്പിൽ കൊടുത്തു. അങ്ങനെ നാട്ടിലും പലരുമായിട്ടും പല പ്രശ്നങ്ങളും വഴക്കുകളും ഒക്കെ ഉണ്ടായി. സുഹൃത്തുക്കൾ പലരും കൈയൊഴിഞ്ഞു. അങ്ങനെ ഇരിക്കുകയാണ് ഞാൻ ഡിവൈനിൽ പോകാനിടയായത്. ഇതിനു മുന്നേ തന്നെ പല പല അടിപിടികളെ, പ്രശ്നങ്ങളെ, പാതിരായ്ക്ക് വീട്ടിൽ വരിക, ഞായറാഴ്ച രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങുക, നേരെ മദ്യഷാപ്പിൽ പോയിരിക്കുക, ഇങ്ങനെ ഒരു മദ്യപൻ ഉണ്ടാകാവുന്ന എന്തെല്ലാം തകർച്ചകളുണ്ടോ അത് മുഴുവൻ എനിക്ക് ആ കാലഘട്ടത്തിലുണ്ടായി. എന്തൊക്കെയാണെന്ന് നമുക്ക് പറയാൻ പോലും നമുക്ക് ബുദ്ധിമുട്ടാണ്. ആ രീതിയിലുള്ള പ്രശ്നങ്ങളാണ് നമുക്കുണ്ടായത്. അത് എങ്ങനെ സംഭവിച്ചെന്ന് എനിക്കറിയില്ല. ഈ മദ്യം എന്നെ അത്രമാത്രം തകർത്തു. ഞാൻ ഡിവൈനിൽ നിന്ന് വന്ന ശേഷം ചങ്ങനാശ്ശേരി മുഴുവൻ വലിയൊരു വാർത്തയായിരുന്നു സോണ കറിയാച്ചൻ മദ്യപാനം നിർത്തി, പുകവലി നിർത്തി എന്നുള്ളത്. അതിനോടനുബന്ധമായിട്ട് കുറേയധികം ആളുകൾ എന്നെ സമീപിച്ചു. അപ്പോൾ അന്ന് ഈ ഡിവൈന് പോകുന്നത് എങ്ങനെയാണ്, അവിടുത്തെ കാര്യങ്ങൾ എന്താണെന്ന് ആളുകൾക്ക് അറിഞ്ഞുകൂടാ. കാരണം ഒത്തിരി പേര് പറഞ്ഞു ഞങ്ങൾക്ക് ഡിവൈന് പോകണമെന്ന് പറഞ്ഞു. ഒരു മാസം കഴിഞ്ഞപ്പോൾ ഞാൻ ഡിവൈനിൽ പോയത് 24 പേരെ കൂട്ടിയാണ് പോയത്. 24 പേര്. അങ്ങനെ 6 പ്രാവശ്യം പലരെയും കൂട്ടി ഡിവൈന് പോയി. ഞാൻ വീണ്ടും അതേ ധ്യാനം തന്നെ കൂടേണ്ടത് വന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യം കേൾക്കാഞ്ഞ പല കാര്യങ്ങളും അവിടെ അച്ഛൻ പറയുന്നതും പ്രേക്ഷകർ പറയുന്നതും എല്ലാം വീണ്ടും പോകുമ്പോൾ വ്യത്യസ്തമായ രീതിയിൽ കേട്ടുകൊണ്ടിരുന്നു. അതെല്ലാം എനിക്ക് വളരെയധികം ഗുണപ്പെട്ടു. ഇപ്പോൾ ഡിവൈനിൽ വെച്ച് തന്നെയാണെന്ന് പറഞ്ഞാലും അന്ന് പനക്കലച്ചൻ പറഞ്ഞു, എൻ്റെ മക്കളെ എന്നൊരു വിളിച്ചു. ഈ ധ്യാന കേന്ദ്രത്തെ പ്രതി, ഈ ഇവിടുത്തെ പുരോഹിതരെ പ്രതി, ഇവിടുത്തെ പ്രേക്ഷിതരെ പ്രതി നിങ്ങളിനി മദ്യപിക്കുക പുകവലിക്കുക ചെയ്യരുത്. ഇതെനിക്ക് നിങ്ങളുടെ മക്കളെ പ്രതി, നിങ്ങളുടെ കുടുംബത്തെ പ്രതി, ഇതെന്നെ വളരെയധികം ഫീൽ ചെയ്തിരുന്നു. അതെപ്പോഴും എൻ്റെ മനസ്സിൽ ഓർത്തുകൊണ്ടിരുന്നു. ഇപ്പോൾ ഞാൻ ഡിവൈന് വേണ്ടി ആളുകളെ വിടുകയും ഡിവൈനിൽ ആളുകളെ വിടുകയും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ തിരിച്ചു വന്നു, സാമ്പത്തികം കയ്യിലില്ല, വ്യാപാരം പുനരാരംഭിക്കണം. അങ്ങനെ ഇരിക്കെ കിട്ടാനുള്ള കുറച്ച് പണം ഒന്നിച്ച് കിട്ടി. വീണ്ടും കട്ടൺ ബിസിനസ് മാത്രമായിട്ട് ഞാൻ ആരംഭിക്കുകയായിരുന്നു. ദൈവകൃപയാൽ ഞാൻ മദ്യപാനം നിർത്തി ആ ബിസിനസ് ആരംഭിച്ചു. അതിന് നല്ല പ്രയോജനം കിട്ടി. മക്കളെല്ലാം നല്ല രീതിയിൽ പഠിപ്പിക്കുവാനും അവരുടെ എല്ലാം സ്വഭാവത്തിൽ മാറ്റം, ഭാര്യയുടെ സ്വഭാവത്തിൽ മാറ്റം, നാട്ടുകാരുടെ സ്വഭാവത്തിൽ മാറ്റം, അങ്ങനെ വലിയൊരു പിന്തുണ എനിക്ക് ദൈവകൃപയാൽ കിട്ടി. വേറൊരു സത്യം പറയുകയാണെങ്കിൽ എൻ്റെ കൂടെ മദ്യപിച്ചുകൊണ്ടിരുന്നതിൽ ഒരു 75% ആളുകളൊന്നും ജീവനോടെ ഇരിപ്പില്ല. അവരെല്ലാം മദ്യപാനം മൂലമുള്ള അപകടങ്ങളെ, അസുഖങ്ങളെ മൂലം മരിച്ചിട്ടുള്ളതാണ്. അത് മദ്യപാനി എന്നുള്ള നിലയ്ക്ക് എനിക്ക് ശരിയായി ബോധ്യപ്പെട്ടിട്ടുള്ളൊരു കാര്യമാണ്. അതുകൊണ്ടാണ് ഈ മദ്യപിക്കരുത് എന്ന് ഞാൻ എല്ലാവരോടും പറയുകയും അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്നത്. നിരവധി ആളുകളെ ഡിവൈനിലും മറ്റ് സ്ഥലങ്ങളിലും കൊണ്ടുപോയെങ്കിൽ അതിൽ വളരെയധികം പേർ രക്ഷപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ചങ്ങനാശ്ശേരി 90.8 റേഡിയോ മീഡിയ വില്ലേജ് പുന്നശ്ശേരി അച്ഛൻ ഡയറക്ടറായിട്ടുള്ള ആ റേഡിയോ മീഡിയ വില്ലേജിൽ നേർവഴി എന്നൊരു പ്രോഗ്രാം ചെയ്യാൻ എനിക്ക് അവസരം കിട്ടി. ആ അവസരം മദ്യം എന്ന ഒരു പിശാചിനെതിരെയുള്ള ഒരു പ്രവർത്തനമായിരുന്നു. നിരവധി ആളുകൾ ആ റേഡിയോ പ്രോഗ്രാമിൽ വന്ന് അവരുടെ മദ്യപിച്ചുകൊണ്ടിരുന്ന കാലഘട്ടവും മദ്യം നിർത്തിയ കാലഘട്ടവും അത് കഴിഞ്ഞുള്ള അവരുടെ നല്ല ആ ജീവിതാനുഭവം പങ്കുവെക്കുകയും നിരവധി പേർ അത് കേൾക്കുകയും അത് കേട്ട് നിരവധി പേർ എന്നെ വിളിക്കുകയും അവർക്കെല്ലാം വേണ്ട മാർഗനിർദ്ദേശങ്ങൾ കൊടുക്കുകയും ഇപ്പോഴും ആളുകൾ ആ ഒരു റേഡിയോയുടെ ആ പ്രക്ഷേപണം കേട്ട് എന്നെ ഇപ്പോഴും വിളിക്കുകയും അതിന് വേണ്ട മാർഗനിർദ്ദേശങ്ങൾ സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അവിടുത്തെ റേഡിയോ മീഡിയയിൽ എൻ്റെ പ്രോഗ്രാം ഹെഡ് കെ വിപിൻ രാജ് സാറ് എന്നെ ആ കാര്യത്തിൽ വളരെയധികം പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. റേഡിയോ വഴി നിരവധി ആളുകൾ ഈ മദ്യപാനത്തിൽ നിന്ന് മോചിതനായിട്ടുണ്ട്. 2012 ഫെബ്രുവരി 10 ചങ്ങനാശ്ശേരി കേന്ദ്രീകരിച്ച് 90.8 റേഡിയോ മീഡിയ വില്ലേജ് എന്നുള്ള പേരിൽ ഒരു കമ്മ്യൂണിറ്റി റേഡിയോ പ്രക്ഷേപണം ആരംഭിക്കുന്നത്. ചങ്ങനാശ്ശേരി അതിരൂപതയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന മീഡിയ കോളേജായ സെയിൻറ്റ് ജോസഫ് കോളേജ് ഓഫ് കമ്മ്യൂണിക്കേഷനാണ് ഈ റേഡിയോ സ്റ്റേഷനുള്ള ലൈസൻസ് ലഭിച്ചിരിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ സാമൂഹ്യ പ്രതിബദ്ധതയുള്ള പരിപാടികൾ പ്രക്ഷേപണം ചെയ്തു വരുന്ന കൂട്ടത്തിലാണ് സ്കറിയ ആൻ്റണി ഒരു ദിവസം റേഡിയോയുടെ പടികടന്ന് എത്തുന്നത്. അദ്ദേഹം ദീർഘനാൾ മദ്യപാന രോഗിയായിരുന്നുവെന്നും ജീവിതത്തിൽ ഒരുപാട് വെല്ലുവിളികൾ നേരിട്ട വ്യക്തിയായിരുന്നുവെന്നും
അതിൽ നിന്നെല്ലാം മോചിതനായിപ്പോൾ സാമൂഹ്യ നന്മ ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണെന്നുമൊക്കെ അദ്ദേഹം ഞങ്ങളുമായിട്ട് പങ്കുവച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതം ഒരു സന്ദേശമായി ജനങ്ങളുടെ അടുക്കൽ എത്തിക്കണമെന്ന് റേഡിയോ മീഡിയ വില്ലേജ് ആഗ്രഹിച്ചു. അങ്ങനെ അത്തരത്തിൽ അദ്ദേഹവുമായിട്ട് ഒരു ഇൻ്റർവ്യൂ ഞങ്ങൾ റേഡിയോയിൽ പ്രക്ഷേപണം ചെയ്യുകയുണ്ടായി. വളരെ നല്ല സ്വീകരണമാണ് ജനങ്ങളുടെ ഭാഗത്തു നിന്ന് ആ ഒരു പരിപാടിക്ക് ലഭിച്ചത്. തുടർന്ന് ഞങ്ങൾ ശ്രീ സ്കറിയ ആൻ്റണിയുമായിട്ട് സംസാരിച്ചു. നമുക്ക് എന്തുകൊണ്ട് ഇതിൽ മദ്യപാനത്തിൽ നിന്ന് പിന്തിരിഞ്ഞ ആൾക്കാരെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു പരിപാടി ആസൂത്രണം ചെയ്തുകൂടാ. അങ്ങനെ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഞങ്ങൾ ആരംഭിച്ച പരിപാടിയാണ് നേർവഴി എന്നുള്ളൊരു പരിപാടി. അതായത് മദ്യപാന രോഗത്തിൽ നിന്ന് പൂർണ്ണമായി പിന്തിരിഞ്ഞ് ജീവിതത്തിലേക്ക് തിരികെ എത്തി കുടുംബത്തെയും സമൂഹത്തെയും ഒക്കെ സ്നേഹിച്ചുകൊണ്ട് സമൂഹത്തിൽ നല്ല മാതൃകകൾ നൽകി കടന്നു പോകുന്ന വ്യക്തികളാണ് ആ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരുന്നത്. നേർവഴി. അപ്പോൾ അതിൻ്റെ കോർഡിനേറ്ററായിട്ട് ഞങ്ങൾ സ്കറിയ ആൻ്റണിയെ നിയമിക്കേണ്ടായി. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ എനിക്ക് തോന്നുന്നു 2 വർഷം കൊണ്ട് 60ഓളം പ്രവർത്തകർ, 60ഓളം മനുഷ്യസ്നേഹികൾ, ഈ മദ്യപാന രോഗത്തിൽ നിന്ന് വിമുക്തരായവർ, സമൂഹത്തിൽ നന്മ ചെയ്ത് കടന്നു പോകുന്നവരൊക്കെ സ്റ്റുഡിയോയിൽ വന്ന് അവരുടെ അനുഭവങ്ങൾ പങ്കുവച്ചു. അതൊരു നല്ല അനുഭവമായിരുന്നു. ധാരാളം പേർക്ക് മദ്യത്തിൽ നിന്ന് പിന്മാറുന്നതിനും അതുപോലെ തന്നെ ധാരാളം പേർക്ക് മദ്യത്തിൻ്റെ ദോഷവശങ്ങൾ മനസ്സിലാക്കുന്നതിനുമൊക്കെ ഈ പരിപാടി വഴിതെളിച്ചു എന്നുള്ളത് ഞങ്ങൾക്ക് അഭിമാനപൂർവ്വം പങ്കുവയ്ക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ചങ്ങനാശ്ശേരി ബുള്ളറ്റ് ക്ലബിൻ്റെ പ്രസിഡൻ്റ് ഞാനായിട്ടിപ്പോൾ 9 മാസമായി. ഈ 9 മാസത്തിനിടയ്ക്ക് നിരവധി സാമൂഹിക ക്ഷേമ പ്രവർത്തനങ്ങൾ ചെയ്യുവാൻ സാധിച്ചിട്ടുണ്ട്. അതിലാദ്യം ചെയ്തത് ചങ്ങനാശ്ശേരിയെ ഒരു നിയമസാക്ഷരത നഗരമാക്കുക എന്ന് ചങ്ങനാശ്ശേരിയിലെ ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് വി ഉദയകുമാർ സാറിൻ്റെ ആ പ്രോഗ്രാമിന് വേണ്ടി ഞങ്ങളൊരു വിളംബര റാലി നടത്തുകയാണ് ചെയ്തത്. അതിലെ ഗവർണർ പി സദാശിവം സാറ് എത്തുന്ന സമയത്ത് അതിന് മുന്നോടിയായിട്ടാണ് ഞങ്ങൾ വിളംബര റാലി നടത്തിയത്. ആ റാലി ചങ്ങനാശ്ശേരിയിലെ ഒരു വൻപിച്ച വാർത്താ പ്രാധാന്യമുള്ള ഒരു റാലിയായിരുന്നു. കാര്യം ജനമധ്യത്തിൽ അതൊരു വലിയ സംഭവമായിട്ട് തന്നെ ആ റാലി നടന്നു. അതിനുശേഷം ചങ്ങനാശ്ശേരി നഗരസഭയ്ക്ക് വേണ്ടി ഒരു റാലി നടത്തി. അത് ശുചിത്വ നഗരം സുന്ദര നഗരം എന്നൊരു പരിപാടിക്ക് വേണ്ടി കൃഷ്ണകുമാർ രാജശേഖരൻ ചെയർമാനായിരിക്കുന്ന സമയത്താണ് ആ പ്രോഗ്രാം ചെയ്യുന്നത്. അതും വൻ വിജയമായിരുന്നു. പിന്നീട് അങ്ങോട്ട് ഓരോരോ കാര്യങ്ങളും ചങ്ങനാശ്ശേരി മോഷണം കൂടുന്നു, മാലിന്യം റോഡുകളിൽ തള്ളുന്നു. ഇതിന് പോലീസിനെ സഹായിക്കാനായി ഞങ്ങൾ നൈറ്റിൽ പോലീസിനെ സഹായിക്കുവാനുമായി നൈറ്റ് പട്രോളിങ് ഞങ്ങൾ ആരംഭിച്ചു. അതും വളരെയധികം പ്രയോജനപ്പെട്ടു. മോഷണങ്ങൾ വളരെ കുറഞ്ഞു, മാലിന്യ നിക്ഷേപം വളരെ കുറഞ്ഞു. അതിനുശേഷമാണ് ഞങ്ങൾ ചങ്ങനാശ്ശേരി റെയിൽവേ സ്റ്റേഷനിലെ ഹർത്താൽ ദിനത്തിൽ ഒരു ദിവസം ആളുകൾ ട്രെയിനിൽ വന്നിറങ്ങിയ ആളുകൾ വിഷമിക്കുന്നത് മനസ്സിലാക്കി ഈ വന്നിറങ്ങിയ ആളുകളെ അവരവരുടെ വീടുകളിൽ യഥാസ്ഥാനങ്ങളിൽ എത്തിക്കുക എന്നൊരു പ്രോഗ്രാം വെച്ചത്. അന്ന് ഞങ്ങളൊരു ആംബുലൻസ് കൂടി ഞങ്ങൾ സംഘടിപ്പിച്ചാണ് ആ പ്രോഗ്രാം നടത്തുന്നത്. അന്ന് വന്നിറങ്ങിയ സ്ത്രീകളും കന്യാസ്ത്രീകളും ഉൾപ്പെടെ ലഗേജുമായി വന്ന വളരെയധികം ആളുകളെ യഥാസ്ഥാനങ്ങളിൽ എത്തിക്കുവാൻ ഞങ്ങൾക്ക് സാധിച്ചു. ഇങ്ങനെ ഇതിനുശേഷം ഇപ്പോൾ ഞങ്ങൾ അടുത്തതായി ഫലവൃക്ഷ തൈ വിതരണമാണ്. കാര്യം ഈ പ്രാവശ്യം ഉണ്ടായ കഠിനമായ ചൂടിൽ നിന്ന് ഭൂമിയെ രക്ഷിക്കുക, വളരട്ടെ കാടുകൾ, വിളയട്ടെ നന്മകൾ എന്നാണ് ആ പ്രോഗ്രാമിൻ്റെ പേര്. ജലസ്രോതസ്സുകൾ സംരക്ഷിക്കുക, മണ്ണെടുപ്പ് തടയുക. അതിനുവേണ്ടി ഞങ്ങൾ കോട്ടയം, ഇടുക്കി ജില്ലകളിലൊരു വലിയ വിളംബര റാലി തന്നെ നടത്തി. അതും മാധ്യമങ്ങളും റേഡിയോയും എല്ലാം വൻ പ്രാധാന്യം കൊടുത്തു പ്രക്ഷേപണം ചെയ്ത ഒരു സംഭവമായിരുന്നു. അങ്ങനെ ബുള്ളറ്റ് ക്ലബ്ബിൽ നിന്ന്, ചങ്ങനാശ്ശേരിയിൽ നിന്ന് ജനങ്ങളുടെയും എല്ലാ സംഘടനകളുടെയും എല്ലാ പ്രസ്ഥാനങ്ങളുടെയും ഒരു വൻ സപ്പോർട്ട് ഞങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. അതാണ് ഞങ്ങളെ കൂടുതലും ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ നയിക്കുന്നത്. ബുള്ളറ്റ് ക്ലബിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും വൻ വിജയമാക്കുന്നത് ഞങ്ങളുടെ അംഗങ്ങളുടെ ഒരു സഹകരണമാണ്. ഏത് കാര്യത്തിലും ഒരു തടസ്സവുമില്ലാതെ അവരെല്ലാം പൈസ മുടക്കുകയും അല്ലാതെയും ഏത് കാര്യത്തിനും ഞങ്ങളുടെ കൂടെ നിന്ന് സഹകരിക്കുന്നു. പിൻബലം ഞങ്ങളുടെ അംഗങ്ങളാണ്. കൂടാതെ ഞങ്ങളുടെ മാധ്യമങ്ങളും എല്ലാ പത്രങ്ങളും റേഡിയോയും എല്ലാം ഞങ്ങൾക്ക് വേണ്ടി എല്ലാ സപ്പോർട്ടും തരുന്നു. അത് ഞങ്ങളൊരു വൻ വിജയമാക്കി തീർക്കാൻ ഞങ്ങളെ സഹായിച്ചത് ഇവരൊക്കെയാണ്. എൻ്റെ പേര് ജോബിൻ ജി തോമസ് പുതുപ്പരയ്ക്കൽ. ഞാൻ ചങ്ങനാശ്ശേരിയിൽ ബുള്ളറ്റ് ക്ലബിൻ്റെ സെക്രട്ടറിയായി 2 വർഷമായി സേവനമനുഷ്ഠിക്കുന്നു. അതിനോടൊപ്പം കറിയാച്ചായൻ്റെ ഒരു സഹായിയായി നിൽക്കാൻ പറ്റി എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ ഭാഗ്യം. ഒത്തിരി അനുഭവ പാഠവും ഒത്തിരി കഴിവുകളും ഒത്തിരി മേഖലകളിൽ ബന്ധങ്ങളും ഉള്ള
ആ ബന്ധങ്ങളെ എങ്ങനെ ഉപയോഗിക്കണം എന്ന് അറിയാവുന്ന ഒരു വ്യക്തിയാണ്. ചങ്ങനാശ്ശേരി ജനമൈത്രി പോലീസുമായി സഹകരിച്ച് ടൂ വീലർ ഉപയോഗിക്കുന്നവർക്ക് ബോധവൽക്കരണ ക്ലാസുകൾ നടത്തുകയും അവർക്ക് ലഘുലേഖകൾ വിതരണം ചെയ്യുന്ന രീതികൾ, അവർക്ക് ഏത് രീതിയിൽ അപകടം ഒഴിവാക്കി വാഹനം ഓടിക്കാം എന്നുള്ളതിനെക്കുറിച്ച് ഉള്ള അറിവുകൾ പകർന്നു കൊടുക്കുക, ഇങ്ങനെയുള്ള വിവിധ മേഖലകളിൽ വളരെ പ്രഗത്ഭരായ വ്യക്തികളെ കൊണ്ട് ക്ലാസ് എടുപ്പിച്ച് പൊതുജനങ്ങൾക്ക് യോഗ്യമായ രീതിയിൽ അവർക്ക് അറിവുകൾ പകർന്നു കൊടുക്കുന്ന ഒത്തിരി പൊതുസേവന പ്രവർത്തനങ്ങൾ ചെയ്യാറുണ്ട്. അതിന് എല്ലാം ചുക്കാൻ പിടിക്കുന്നത് സ്കറിയ ആൻ്റണി വലിയപറമ്പിൽ എന്ന് പറയുന്ന ആ വ്യക്തിത്വം തന്നെയാകുന്നു. പുള്ളിയുടെ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി മാത്രമാണ് ഇങ്ങനെയുള്ള മേഖലകളുമായും വ്യക്തികളുമായും ബന്ധപ്പെടുവാനും ഇങ്ങനെയുള്ള പ്രോഗ്രാമുകൾ നടത്തുവാൻ പോലും സാധിച്ചെടുത്തത്. ചങ്ങനാശ്ശേരി ബുള്ളറ്റ് ക്ലബ്ബ് സ്ഥാപിതമായിട്ട് ഏകദേശം 3 വർഷങ്ങൾ പിന്നിടുകയാണ്. ഈ കഴിഞ്ഞ 3 വർഷങ്ങൾ കൊണ്ട് ചങ്ങനാശ്ശേരി നിവാസികൾക്കിടയിൽ ഒരു പ്രത്യേക സ്ഥാനം നേടുവാൻ ക്ലബിന് ആയിട്ടുണ്ട്. കാരണം മറ്റൊന്നുമല്ല, ഈ ക്ലബ്ബ് നേരിട്ട് നടത്തുന്ന ഒട്ടേറെ സാമൂഹിക പ്രതിബദ്ധതയുള്ള സംരംഭങ്ങളുണ്ട്. ഈ കഴിഞ്ഞ മാസം വാഗമണ്ണിലേക്ക് ഒരു ട്രിപ്പ് നടത്തുകയുണ്ടായി. അതിൻ്റെ പ്രധാന ലക്ഷ്യം പരിസ്ഥിതി അവബോധനം എന്നുള്ള ഒരു സന്ദേശം ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതായിരുന്നു. അതിലെ ക്ലബ്ബിലെ അംഗങ്ങൾ മിക്കവാറും പേര് പങ്കെടുക്കുകയുണ്ടായി. വളരെ നല്ലൊരു യാത്രയായിരുന്നു. ആ യാത്രയ്ക്ക് ഒത്തിരിയേറെ ഫലങ്ങളും ഉണ്ടാകാൻ തുടങ്ങിയിട്ടുണ്ട്. മറ്റു സംരംഭങ്ങൾ പറയുകയാണെന്നുണ്ടെങ്കിൽ സമൂഹത്തിലെ നിരാലംബരായ ആളുകൾ, പ്രത്യേകിച്ചും കുട്ടികൾ, അവരുടെ ഉന്നമനത്തിനായിട്ട് ഒട്ടേറെ പ്രവർത്തനങ്ങൾ ക്ലബ്ബ് കാഴ്ചവെക്കുകയുണ്ടായി. ചങ്ങനാശ്ശേരിയിൽ തന്നെ കുറുമ്പനാടത്തുള്ള സ്നേഹനിവാസിലെ കുട്ടികൾ, തീർത്തും അനാഥരായിട്ടുള്ള കുട്ടികൾ, അവരെ ഞങ്ങൾ സന്ദർശിക്കുകയും അവർക്ക് ആവശ്യമായിട്ടുള്ള വസ്തുക്കൾ ഞങ്ങൾ കൈമാറുകയും ചെയ്തു. തീർച്ചയായിട്ടും ഒരുപാട് പ്രവർത്തനങ്ങൾ ഈ ക്ലബിൻ്റെ വകയായിട്ട് നടക്കുന്നുണ്ട്. ഇതുകൂടാതെ ചങ്ങനാശ്ശേരി ടെലിംസി പദ്ധതി, അതിൽ സുപ്രധാനമായ ഒരു പങ്കാണ് ചങ്ങനാശ്ശേരി ബുള്ളറ്റ് ക്ലബ്ബ് വഹിച്ചത്. ചങ്ങനാശ്ശേരിയെ മുഴുവൻ നിയമബോധവൽക്കരണം നടത്തുന്ന ഒരു പദ്ധതിയായിരുന്നു. അതിലും ക്ലബിന് അതിൻ്റേതായ ഒരു പ്രവർത്തന മേഖല സൃഷ്ടിക്കുവാൻ സാധിച്ചു. ഈ ക്ലബിൻ്റെ പ്രസിഡൻ്റായിട്ടിരിക്കുന്നത് ഞങ്ങളെല്ലാം സ്നേഹപൂർവ്വം കറിയാച്ചായൻ എന്ന് വിളിക്കുന്ന സോണ കറിയാച്ചനാണ്. അദ്ദേഹം ക്ലബിൻ്റെ പ്രസിഡൻ്റായതിനു ശേഷം ക്ലബിൻ്റെ പ്രവർത്തനങ്ങൾ വളരെ ഊർജ്ജസ്വലതയോടുകൂടി മുന്നോട്ട് പോവുകയാണ്. അദ്ദേഹത്തെപ്പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹം ഒട്ടേറെ സാമൂഹിക പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. മുൻപ് അദ്ദേഹം അങ്ങനെ ആയിരുന്നില്ല. ഇതിനു മുൻപ് അദ്ദേഹം പലവിധ മേഖലകളിൽ പ്രവർത്തിച്ചു. ജീവിതത്തിൽ എപ്പോഴോ അദ്ദേഹം ലഹരിക്ക് അടിമപ്പെടുകയും മദ്യപാനമൊക്കെ ആയിരിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ നമ്മളുമൊക്കെ ഒട്ടേറെ തീരുമാനങ്ങൾ എടുക്കാൻ ശ്രമിക്കുന്നവരും എന്നാൽ അമ്പെ പരാജയപ്പെടുന്നവരുമാണ്. എന്നാൽ കറിയാച്ചാനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹം കാര്യരുമ്പിൻ്റെ ഇച്ഛാശക്തിയോടുകൂടി അദ്ദേഹം എടുത്ത ഒരു തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്നു. അദ്ദേഹം ഇപ്പോൾ ലഹരിയെല്ലാം പൂർണ്ണമായിട്ട് ഉപേക്ഷിച്ചു. അതുമാത്രമല്ല, അദ്ദേഹം ആ ഒരു മാർഗം മറ്റുള്ളവരിലേക്ക് എത്തിക്കാനായിട്ട് അദ്ദേഹം സമൂഹത്തിലേക്ക് ഇറങ്ങുകയും ആ രീതിയിൽ പോകുന്ന ആളുകൾക്ക് ഒരു സന്ദേശമാക്കിക്കൊണ്ട് തൻ്റെ ഒരു ജീവിതം ഒരു സന്ദേശമാക്കി നൽകുകയും ചെയ്യുന്നു. കറിയാച്ചായൻ്റെ നേതൃത്വത്തിൽ ക്ലബ്ബ് വളരെയധികം ഊർജ്ജസ്വലതയോടുകൂടി മുന്നോട്ട് പോവുകയാണ്. ഏകദേശം 150 അംഗങ്ങൾ ഇപ്പോൾ ക്ലബിനുണ്ട്. എല്ലാ മാസത്തിലും ഒരു ദിവസം ഞങ്ങൾ ഒന്നിച്ചുകൂടുകയും ക്ലബിൻ്റെ പ്രവർത്തനങ്ങൾ വിലയിരുത്തുകയും ചെയ്യാറുണ്ട്. മുന്നോട്ട് ചെയ്യേണ്ട ഒട്ടേറെ പദ്ധതികൾ ഞങ്ങളുടെ മനസ്സിലുണ്ട്. ഞാൻ മദ്യപാനം നിർത്തിയിട്ട് ഇപ്പോൾ ഏകദേശം 21 വർഷത്തോളം കഴിഞ്ഞു. ഈ 21 വർഷത്തിനിടയ്ക്ക് ചങ്ങനാശ്ശേരിയിൽ ഉള്ളിടത്തോളം സമയവും രാവിലെയും വൈകിട്ടും ചങ്ങനാശ്ശേരി പള്ളിയുള്ള വ്യാകുല മാതാവിൻ്റെ പള്ളിയിൽ വന്ന് പ്രാർത്ഥിക്കും. രാവിലെയും പ്രാർത്ഥിക്കും, വൈകുന്നേരവും പ്രാർത്ഥിക്കും. അതുകൊണ്ടാണ് എനിക്ക് ഈ മദ്യപാനത്തിൽ നിന്നും ഈ പുകയിൽ നിന്നും മോചിതനായിട്ട് തുടരുവാൻ സാധിക്കുന്നത്. മദ്യപാനത്തിൽ നിന്നും മോചിതരാകാൻ ആഗ്രഹമുള്ള എല്ലാവർക്കും ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു മോചനം നേടാനുള്ള ദൈവാനുഗ്രഹം പ്രത്യേകം ഈ പള്ളിയിലുണ്ട്. ഇതുപോലെ തന്നെ ഒരു പ്രാവശ്യം ബാത്റൂമിൽ തെന്നി വീണ എൻ്റെ വലതുകാലിൻ്റെ കുതി പോയതാണ്. ഏകദേശം 5 സെൻറ്റിമീറ്ററോളം വട്ടം മുറിഞ്ഞു പോയതാണ്. 3 ചെത്തപ്പുഴ ആശുപത്രിയിലെ 3 ഡോക്ടർമാർ ഒരുപോലെ പറഞ്ഞു 1 വർഷം എടുക്കും കാല് കുത്താൻ, കാലിന് ചട്ടും വരുമെന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ ഇതിനിടയ്ക്ക് പല പ്രാവശ്യം വ്യാകുല മാതാവിനോട് ഒന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ച് എനിക്ക് 90-ാം ദിവസം കാലുകുത്തി എൻ്റെ ബുള്ളറ്റ് മോട്ടോർ സൈക്കിളിൽ കയറി
യാത്ര ചെയ്യാൻ എനിക്ക് സാധിച്ചു. അതിനെന്നും ഞാൻ മാതാവിനോട് നന്ദി പറയുകയാണ്. എൻ്റെ എല്ലാ വിഷമങ്ങളിലും ഞാൻ എപ്പോഴും വ്യാകുല മാതാവിൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥിച്ചാണ് ആശ്വാസം തേടുന്നത്. നിരവധി ആളുകൾ എല്ലാ ദിവസവും ഈ വ്യാകുല മാതാവിൻ്റെ പള്ളിയിൽ വന്ന് അനുഗ്രഹം പ്രാപിക്കുന്നുണ്ട്. മാതാവിൻ്റെ ഒറ്റ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് ഈ 21 വർഷവും 5 മാസവും മദ്യപാനത്തിൽ നിന്നും പുകയിൽ നിന്നും മോചനായി ഇനിയും മുന്നോട്ട് പോകാൻ എനിക്ക് സാധിക്കും വ്യാകുല മാതാവിൻ്റെ അനുഗ്രഹത്താൽ എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ കുരിശുമല വാഗമൺ ആശ്രമം, ഈ ആശ്രമത്തിൽ ഞാൻ മദ്യപാനം നിർത്തിയ ശേഷം സ്ഥിരമായി മാസത്തിൽ ഒന്നെങ്കിലും പോകും. അവിടുത്തെ അച്ഛന്മാരും ബ്രദേഴ്സും എല്ലാം എനിക്ക് വേണ്ടി നിത്യവും പ്രാർത്ഥിക്കുകയും വിശുദ്ധ കുർബാന അർപ്പണത്തിൽ എന്നെ പ്രത്യേകം ഓർമ്മിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ട്. അവരുടെയും ഈ ചങ്ങനാശ്ശേരിയിലും പരിസരത്തുള്ള നിരവധി ആളുകളുടെ പ്രാർത്ഥനയുടെ ഒരു ഫലം കൊണ്ട് മാത്രമാണ് ഈ മദ്യപാനത്തിൽ നിന്ന് ഞാൻ മോചിതനായി ഇന്ന് സന്തോഷവാനായി ജീവിക്കുന്നത്. മദ്യപാനം നിർത്തിയ ശേഷം ഒരാഴ്ച കഴിഞ്ഞ് ഇതുപോലെ തന്നെ യാദൃശ്യമായിട്ടാണ് ഒരാൾ എന്നെ വാഗമൺ ആശ്രമത്തിൽ കുരിശുമല ആശ്രമത്തിൽ കൊണ്ട് പരിചയപ്പെടുത്തുന്നത്. അവിടെ ചെന്നപ്പോൾ ഫ്രാൻസിസ് ആചാര്യ ജീവിച്ചിരുന്ന സമയമാണ്. അദ്ദേഹത്തോടും അവിടുത്തെ അച്ഛന്മാരോടും നിർമ്മലാനന്ദച്ചോടും മരിയാനന്ദച്ചനോടും കാര്യങ്ങളെല്ലാം യേശുദാസനോടും എല്ലാം കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അവരും 2 കൈ നീട്ടി എന്നെ സ്വീകരിച്ചു. എപ്പോൾ എന്ത് വിഷമം ഉണ്ടായാലും ഇങ്ങോട്ട് പോരാൻ അവർ പറഞ്ഞു. അവിടുത്തെ ആശ്രമത്തിലെ പ്രാർത്ഥന ഇന്നും എനിക്ക് വേണ്ടി തുടരുകയാണ്. മാസത്തിലൊരു കുർബാനയും ദിവസവും കുർബാനയിൽ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തു. അങ്ങനെ മാതാവിൻ്റെയും നിരവധി ആളുകളുടെ പ്രാർത്ഥനയുടെയും ഫലമായി ഇന്നും ഈ മദ്യപാനത്തിൽ നിന്ന് മോചിതനായി എനിക്ക് മുന്നോട്ട് ജീവിക്കുവാൻ സാധിക്കുന്നുണ്ട്. അതിൽ ഞാൻ ദൈവമാതാവിനോട് പ്രത്യേകം ഞാൻ നന്ദി പറയുകയാണ്. ഈ വാഗമൺ ആശ്രമത്തിലും വ്യാകുല മാതാവിൻ്റെ പള്ളിയിലും നിരവധി ആളുകൾ വന്ന് പ്രാർത്ഥിച്ചു രക്ഷ നേടുന്നുണ്ട്. അതിൽ ഒരു വലിയ ദൈവാനുഗ്രഹമുള്ള വ്യക്തിയായി ഞാൻ ഇന്നും ജീവിക്കുന്നു. കറിയാച്ചനെക്കുറിച്ച് പറയുന്നതിൽ ഏറെ സന്തോഷമുണ്ട്. സോണ കറിയാച്ചൻ എന്നാണ് അറിയപ്പെടുക. അദ്ദേഹം മദ്യപാനത്തിൽ നിന്ന് മാറി സാമൂഹിക രംഗത്തേക്ക് കടന്നത് നിങ്ങൾ ഇതിനോടകം അറിഞ്ഞു കാണും. ഒരു മദ്യപാനി കുടുംബത്തിന്, സമൂഹത്തിന്, സഭയ്ക്ക് വലിയ ഭാരമാണ്. പക്ഷേ മദ്യപാനത്തിൽ നിന്ന് മാറിയ ഒരു വ്യക്തി സമൂഹത്തിനും കുടുംബത്തിനും സഭയ്ക്കും വലിയ ശുശ്രൂഷ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അത് തീർച്ചയായും ദൈവസന്നിധിയിൽ ഏറ്റവും വിലപിടിപ്പുള്ള കാര്യം തന്നെയാണ്. അദ്ദേഹത്തെ ഞാൻ അടുത്തറിയുന്നത് പ്രത്യാശ എന്ന് പറയുന്ന ജനകീയ മുന്നേറ്റത്തിൽ അദ്ദേഹം അണിചേർന്നു എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ പാവപ്പെട്ട വൃക്ക കരൾ രോഗികളെ രക്ഷിക്കുവാൻ ജനകീയ മുന്നേറ്റത്തിലൂടെ ആ ജനകീയ പങ്കാളിത്തത്തിൽ അദ്ദേഹം എന്നോട് ഒത്തൊരുമിച്ച് പ്രവർത്തിക്കുവാൻ സാധിക്കുന്നു. എത്ര സമയം ഇല്ലെങ്കിലും ഈ ജനകീയ പിരിവിന് ഓരോ പഞ്ചായത്തിലും പോയി പിരിവെടുത്ത് പാവങ്ങളെ സഹായിക്കുന്ന പരിപാടിയാണ്. 5 മണിക്കൂറിൻ്റെ അത്ഭുതമെന്നാണ് പറയുന്നത്. അപ്പോൾ 10,000 പേര് ബക്കറ്റ് എടുത്ത് ഒരു പഞ്ചായത്തിലെ എല്ലാ വീടുകളും കയറുന്നു. ഇതുപോലെ കറിയാച്ചനും വീടുകൾ കയറുവാൻ, ബക്കറ്റ് എടുത്ത് തെണ്ടുവാൻ, തെണ്ടൽ എന്നാണ് ഞങ്ങൾ പറയുന്നത്, വെറും തെണ്ടലല്ല, വിശുദ്ധ തെണ്ടൽ. ആ വിശുദ്ധ തെണ്ടലിൽ അദ്ദേഹവും പങ്കാളിയായി എന്നുള്ളത് വലിയ സന്തോഷകരമായ കാര്യമാണ്. മാത്രമല്ല റേഡിയോ മീഡിയ വില്ലേജ്, ഒരു FM റേഡിയോ ഉണ്ട്. ആ റേഡിയോ മീഡിയ വില്ലേജിൽ മദ്യപാനത്തിൽ നിന്ന് മോചിതരായവരെ അവരുടെ അനുഭവങ്ങൾ ജനം കേട്ട്, ആളുകൾ കേട്ട്, അതിൽ നിന്ന് ആളുകൾ മദ്യപാനത്തിൽ തിരിച്ചു വരുന്ന അനുഭവം ഞാൻ നേരിട്ട് കണ്ടിരിക്കുന്ന കാര്യമാണ്. അതിൻ്റെ ഒരു പ്രോഗ്രാം കോർഡിനേറ്റർ എന്ന നിലയിൽ കറിയാച്ചൻ പ്രവർത്തിക്കുന്നു. അത് വലിയ കാര്യമാണ്. എത്രയോ കുടുംബങ്ങളാണ് വേദനിക്കുക. അതുപോലെ തന്നെ ആ ഒരു രംഗവുമായി ബന്ധപ്പെട്ട ചില വീടുകളിൽ ഞാൻ കറിയാച്ചനെ വിട്ടിട്ടുണ്ട്. വീടുകളിൽ ചെന്നാൽ, കറിയാച്ചൻ ചെന്നാൽ മദ്യപാനി മാറിയിരിക്കും. അതുപോലെ റേഡിയോ മീഡിയ വില്ലേജിന് അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്ന സേവനങ്ങൾ മഹത്തരമാണ്. ഒപ്പം തന്നെ സമൂഹത്തിൽ പൊതു കാര്യങ്ങളിൽ ഇടപെടുന്നു. ബുള്ളറ്റ് ക്ലബ്ബ് എന്നൊക്കെ ഇപ്പോൾ നമ്മൾ പറഞ്ഞു. പരിസ്ഥിതി സ്നേഹം, അതുപോലെ തന്നെ പാവങ്ങളെ സഹായിക്കുവാൻ, ഇവിടെ നമ്മുടെ അനാഥാലയം, ഓർഫനേജ്, കുട്ടികളൊക്കെ താമസിച്ച സ്ഥലങ്ങളിൽ അവിടെ അവർക്ക് ഭക്ഷണം കൊടുക്കുന്ന കാര്യത്തിൽ, ഇങ്ങനെ എല്ലാ വിധത്തിലും അദ്ദേഹം നന്മയുടെ പാതയിലാണ് എന്നുള്ളതാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. ഒരു 25 വർഷം മദ്യപിച്ചു. ഇപ്പോൾ 21 വർഷവും 6 മാസവും ആയി മദ്യപാനം നിർത്തിയിട്ട്, പുകവലി നിർത്തിയിട്ട്. ഇതിൻ്റെ ഒരു അനുഭവത്തിൽ ഞാൻ കണ്ടതും കേട്ടതും വെച്ച് പറയുകയാണെങ്കിൽ, മദ്യപിക്കുന്ന ഒരാൾക്ക് ആയുസ് ഒരു 15 വർഷം 20 വർഷം കുറയുന്നുണ്ട്. അത് അസുഖമായിട്ടാകാം, അപകടങ്ങളായിട്ടാകാം. അതുപോലെ തന്നെ സാമ്പത്തിക തകർച്ച ഉറപ്പാണ് നല്ലൊരു ശതമാനം ആളുകൾക്കും.
അതായത് മദ്യം ശകലമായിട്ട് ഉപയോഗിക്കുന്ന ആളുകൾ കുറേശ്ശെയായിട്ട് അത് കൂടി ഓട്ടോമാറ്റിക്കായിട്ട് വലിയൊരു മദ്യപനാകും. അതാണ് ഈ മദ്യത്തിൻ്റെ ഒരു സ്വഭാവം തന്നെ. അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ വീടുകളിലുള്ള മദ്യപാനമാണ് ഈ നമ്മുടെ പുതുതലമുറ കുട്ടികൾ മദ്യത്തിലോട്ട് വരാനുള്ളൊരു കാരണം. ഇപ്പോൾ എല്ലാ ഫംഗ്ഷനുകളിലും മദ്യം ഒരു പ്രമുഖ ഐറ്റമായിട്ട് മാറിയിരിക്കുക. മരിച്ച വീട്ടിലാണെങ്കിലും മദ്യമുണ്ട്. അത് നമ്മുടെ കുടുംബങ്ങളെ ഏറ്റവും അധികം തകർക്കും. കുടുംബത്തിലെ സ്ത്രീകൾ അവരും ഏറ്റവും അധികം വേദനിക്കുന്നു. മദ്യപന്മാരോട് പറഞ്ഞാൽ ആര് പറഞ്ഞാലും അവരനുസരിക്കില്ല. അത് കഷ്ടകാലത്തിൻ്റെ ഒരു സംഭവമാണ്. അതുകൊണ്ട് ഒരിക്കലും മദ്യം എന്നൊരു സാധനം നമ്മൾ തുടരുത്. ഇനി അഥവാ ഉപയോഗിക്കുന്നവരുണ്ടാൽ എത്രയും പെട്ടെന്ന് നിർത്തണമെന്നാണ് എൻ്റെ ആഗ്രഹം. ദൈവകൃപയാൽ എന്നെക്കൊണ്ട് ഇങ്ങനെയൊരു അവസരം എനിക്ക് ശാലോമിനാളിലെ അവസരം ശ്രവിക്കുന്ന നിങ്ങളോട് ഓരോരുത്തരും പറയാനുള്ളത്, യാതൊരു കാരണവശാലും ഈ ഞാനൊരു അനുഭവസ്ഥൻ എന്നുള്ള നിലയ്ക്ക് പറയുന്നത്, യാതൊരു കാരണവശാലും ഇനി മദ്യം നിങ്ങൾ ആരും ഉപയോഗിക്കരുത് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ.